ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയപ്പോഴത്തേനും ഒരു 9 മണിയൊക്കെ ആയി കാണും. നമ്മൾ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പായസം കിട്ടുകയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു 9 മണി, ഒരു 9:15 ആവുന്ന സമയത്ത് പോയത്. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. രുദ്രക്കുട്ടൻ്റെ മമ്മി ഇവിടെ ഇല്ല. അപ്പം ഞാനും രുദ്രവും അതുപോലെ തന്നെ എൻ്റെ അമ്മയും കൂടിയിട്ടാണ് പോയത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നമ്മളുടെ പാത്രം നല്ലതാ എന്നൊക്കെ പറഞ്ഞ് ഒച്ചത്തിൽ സംസാരിക്കുന്നതായിട്ട് അവിടെയുള്ളവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവന്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ്, ഭഗവതി ക്ഷേത്രമാണ്. ഞാൻ നല്ല തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ 9 മണിക്ക് പോയിട്ട് കൂടെ പിന്നെയും കുറേ സമയം പൂജയൊക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇത്രയും ആൾക്കാർ പായസം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങളും. പിന്നെ കുറച്ച് സമയമായപ്പോൾ രുദ്രു പിന്നെ വികൃതിയൊക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ നേരെ വീടെത്തി പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള വീട്ടിൽ കുറച്ച് പ്രസാദമൊക്കെ കൊടുത്ത് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ ഞാനും അമ്മയും രുദ്രക്കുട്ടനും കൂടെ തന്നെയാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് അറിയുന്ന ഒരു ചേച്ചി വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ രുദ്രുവിന് ഡയറി മിൽക്ക്. അവനത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അവൻ ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അവൻ്റെ മമ്മി വന്നിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാനും ചേച്ചിയും രുദ്രും കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോവാണ്. കുറച്ച് നോയ്സ് ഈ വീഡിയോയിൽ കൂടുതലായിരിക്കും, കാരണം ഞാൻ പുറത്തിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. റോഡ് സൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ വണ്ടികളുടെ ശബ്ദമൊക്കെ ഇടയിൽ കൂടെ കേൾക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ പുഴയുള്ളത്. ഞാനും ചേച്ചിയും രുദ്രും കൂടെ ഇടയ്ക്ക് ഒരു 4 മണി അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ അവിടെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ചേച്ചി ലീവിന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ചേച്ചി അമ്മയും കൂടെ എല്ലാം റെഡിയാക്കിക്കോളും. ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല, കാരണം എന്തിനാ വെറുതെ ഫ്ലോപ്പാക്കി കൊടുക്കണമെന്ന് വെച്ചിട്ടാണ്. ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് മേമമാരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ, സീ യു.